Hello, good morning all. Welcome back to my channel, Siddha's Economic Classes. അടുത്തായിട്ട് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞു പ്രൈസിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡിലും കൺസ്യൂമറിന്റെ ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് അയാളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. Income elasticity demand refers to the responsiveness of the quantity demand of a commodity to change in its income of the consumer. അപ്പോൾ കൺസ്യൂമറിന്റെ വരുമാനത്തിൽ മാറ്റം വന്നാൽ അയാൾ വാങ്ങുന്ന അളവിൽ എത്രമാത്രം മാറ്റം വരുന്നു എന്നുള്ളതിന്റെ ആ ഒരു അളവിനെ കാണിക്കുന്നതാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്. EY is equal to percentage change in quantity demand by percentage change in income of the consumer. ഇവിടെ EY സ്റ്റാൻഡ്സ് ഫോർ EY കാണിക്കുന്നത് എന്തിനെയാണ്? ഇൻകം ഓഫ് ദി ഇൻകം ഇലാസ്റ്റിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ Y എന്ന് പറയുന്നത് ഇൻകത്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ E എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി, അതാണ് EY എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ EY is equal to percentage change in quantity demanded by percentage change in income of the consumer. ഇനി ഇൻകത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എല്ലായ്പ്പോഴും എന്താണ് മാറ്റങ്ങൾ വരുന്നില്ല. ചിലപ്പോൾ മാറ്റം വരാൻ, ചിലപ്പോൾ ഒരു മാറ്റവും വരില്ല, ചിലപ്പോൾ എന്താണ് അതായത് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡില് 3 types ഓഫ് ഇൻകം ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 types എന്ന് നോക്കാം. ഒന്നാമത്തേത് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി. സീറോ ഇൻകം ഇലാസ്റ്റിറ്റി റെഫേഴ്സ് ടു ദി there is no change in quantity demand when income increases. ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താണ് യാതൊരു മാറ്റവും വരുന്നില്ല. അതാണ് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി. അതായത് വരുമാനം വർദ്ധിച്ചാലും ചില വസ്തുക്കളുടെ കാര്യത്തിൽ ഡിമാൻഡിൽ എന്താണ് യാതൊരു വർധനവും വരുന്നില്ല. ഉദാഹരണത്തിന് മാച്ചസ്, അതുപോലെ എന്താണ് മെഡിസിൻ, പിന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ, സോൾട്ട് എക്സെട്ര. അപ്പോൾ ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് വാങ്ങില്ല എന്നാണ് പറയുന്നത്. വരുമാനം വർദ്ധിച്ചാലും നമ്മൾ വാങ്ങുന്ന അളവ് തന്നെ വാങ്ങുള്ളൂ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റിയെ കുറിച്ചിട്ടാണ്. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി സാധാരണയായിട്ട് വരുന്നത് ഇൻഫീരിയർ ഗുഡ്സിന്റെ കാര്യത്തിലാണ്. ഇൻഫീരിയർ ഗുഡ്സ്, ഗിഫ്റ്റ് ഗുഡ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഇൻഫീരിയർ ഗുഡ്സിൽ എന്താണ് പറയുന്നത്? അതായത് താണ വിലയുള്ള വസ്തുക്കൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്. അതായത് വെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ് കുറയുകയാണ് ചെയ്യുക. വരുമാനം കൂടുമ്പോൾ നമ്മൾ വില കുറഞ്ഞ വസ്തുക്കൾ വാങ്ങില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ വില കുറഞ്ഞ വസ്തുക്കൾ ഏതൊക്കെയാണോ അത് മുഴുവൻ അതിൽ പെട്ടു, ഉദാഹരണത്തിന് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റിയെ കുറിച്ചാണ്. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റിയിൽ നമ്മൾ സാധാരണഗതിയിൽ വെൻ ഇൻകം ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സും ഒരുവിധം വിലയുള്ള എല്ലാ കൺസ്യൂമർ ഗുഡ്സും ഏതിൽ വരുന്നുണ്ട്? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റിയിൽ. നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ മിക്ക വസ്തുക്കളും വാങ്ങുന്നത്, കൂടുതലായിട്ട് വാങ്ങുന്നത്. ഇതാണ് എന്ത് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി. അപ്പോൾ നമുക്ക് ഇൻകം ഇലാസ്റ്റിറ്റിയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. സീറോ ഇൻകം ഇലാസ്റ്റിറ്റി, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.